വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് പോകുന്നത്. തിരുവനന്തപുരം പൂജപ്പുര ജയിൽ വകുപ്പിന്റെ ഭക്ഷണശാലയിൽ മോഷണം. 4 ലക്ഷത്തോളം രൂപ മോഷണം പോയതായി പോലീസ് കണ്ടെത്തി. ഇന്ന് പുലർച്ചെയാണ് മോഷണം നടന്ന വിവരം ഉദ്യോഗസ്ഥർക്ക് മനസ്സിലായത്. സംഭവത്തിൽ പൂജപ്പുര പോലീസ് അന്വേഷണം ആരംഭിച്ചു. വിവരങ്ങളുമായി ഡി ബിനോയ് ചെന്നുണ്ട്. ബിനോയ്, എന്നാണ് മോഷണം നടന്നത്? അന്വേഷണം ഇപ്പോൾ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? അതിന് ജയിൽ വകുപ്പിന്റെ പൂജപ്പുരയിൽ പ്രവർത്തിക്കുന്ന ഒരു കഫറ്റേറിയ ഉണ്ട്. പൊതുജനങ്ങൾക്ക് ആഹാരം വിൽക്കുന്ന ഒരു കഫറ്റേറിയാണ്. അവിടെ നിന്നാണ് 4 ലക്ഷത്തോളം രൂപ മോഷണം പോയതായി കണക്കാക്കപ്പെടുന്നത്. 3 ദിവസത്തെ കച്ചവടം നടത്തിയ പൈസയാണ് ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഇന്ന് വെളുപ്പിനാണ് മോഷണം നടന്നതെന്നാണ് സംശയിക്കുന്നത്. സംബന്ധിച്ച് പൂജപ്പുര പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തി വരികയാണ്. അതായത് 3 ദിവസത്തെ വെള്ളി, ശനി, ഞായർ ഈ 3 ദിവസത്തെ കളക്ഷനാണ് ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്നത്. സാധാരണഗതിയിൽ ഈ പൈസ അവിടെ തന്നെ സൂക്ഷിച്ച് ട്രഷറിയിൽ അടയ്ക്കുന്ന പതിവാണ്. കാരണം വെള്ളി, ശനി, ഈ വെള്ളിയാഴ്ച ബാങ്ക് അവധിയും ഒക്കെ ആയിരുന്നത് കൊണ്ട് ശനിയാഴ്ചത്തെയും ഞായറാഴ്ചത്തെയും കളക്ഷനുകൾ ഇന്ന് അടയ്ക്കാമെന്നാണ് അവർ തീരുമാനിച്ചിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ആ പൈസ അവിടെ തന്നെ സൂക്ഷിക്കുകയും ചെയ്തത്. എന്തായാലും ഇന്ന് രാവിലെ കഫറ്റേറിയ തുറക്കുന്നതിന് വേണ്ടി എത്തിയ, അതായത് പൂജപ്പുര ജയിലിന് സമീപത്തായിട്ട് തന്നെയാണ് ഈ കഫറ്റേറിയ പ്രവർത്തിക്കുന്നത്. ഈ കഫറ്റേറിയ തുറക്കാൻ വേണ്ടി എത്തിയ ഉദ്യോഗസ്ഥരാണ് മോഷണം നടന്ന വിവരം അറിയിച്ചത്. ഉടൻ തന്നെ പൂജപ്പുര പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. സാധാരണഗതിയിൽ ഇവിടെ ഇത്തരത്തിൽ പൈസ കൂടുതൽ സൂക്ഷിക്കുന്ന പതിവില്ല. ഒരു ദിവസത്തെ കളക്ഷൻ മാത്രമേ ഉള്ളായിരുന്നു സൂക്ഷിക്കുന്ന പതിവുള്ളൂ. ഇന്ന് കഴിഞ്ഞ 3 ദിവസങ്ങളായി അടുപ്പിച്ച് അവധിയായിരുന്നതിനാലും സർക്കാർ മാനുവൽ അനുസരിച്ച് ഇവർക്ക് ഈ പൈസ മറ്റൊരു സ്ഥലത്ത് കൊണ്ടുപോകാനോ അല്ലെങ്കിൽ വ്യക്തികളുടെ കൈവശം സൂക്ഷിക്കാനോ കഴിയില്ല. അതുകൊണ്ടാണ് കഫറ്റേറിയയിൽ തന്നെ സൂക്ഷിച്ചിരുന്നത്. ആ പൈസയാണ് 4 ലക്ഷത്തോളം രൂപ ഇപ്പോൾ നഷ്ടമായിരിക്കും. ആതിര. ശരി ബിനോയ്, തിരുവനന്തപുരം പൂജപ്പുര ജയിൽ വകുപ്പിന്റെ ഭക്ഷണശാലയിൽ മോഷണം. 4 ലക്ഷത്തോളം രൂപ മോഷണം പോയതായി പോലീസ് കണ്ടെത്തി. ഇന്ന് പുലർച്ചെയാണ് മോഷണം നടന്ന വിവരം ഉദ്യോഗസ്ഥർക്ക് മനസ്സിലായത്. സംഭവത്തിൽ പൂജപ്പുര പോലീസ് അന്വേഷണം ആരംഭിച്ചു.